ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ദ ഫുട്ബോൾ ജനത്തിന്റെ റെഗുലർ വ്യൂവർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് യൂട്യൂബ് തുറന്നപ്പോൾ റാൻഡംലി ഏതോ ഒരു ക്രിയേറ്റർ കമ്മ്യൂണിറ്റി ഷീൽഡിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. നല്ല കുഴപ്പമില്ലാത്ത ടൈറ്റില്, നല്ല കുഴപ്പമില്ലാത്ത തംബ്നെയില് ജസ്റ്റ് എടുത്ത് നോക്കിയേക്കാം എന്ന് കരുതി ക്ലിക്ക് ചെയ്തവരായിരിക്കാം. ഇതിൽ ആര് തന്നെയായാലും നിങ്ങൾക്ക് ദ ഫുട്ബോൾ ജനത്തിന്റെ എക്സ്ക്ലൂസീവ് യൂറോപ്യൻ ഇംഗ്ലീഷ് ഫുട്ബോൾ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ നമുക്ക് സെനറ്റ് ഫുട്ബോളിന്റെ ആദ്യ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഴ്സണൽ മാൻ സിറ്റിയെ കുറിച്ചാണ്. ശരിക്കും സിറ്റി ഇന്ന് കളിച്ചോ എന്ന് തന്നെ ഒന്നും കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ഗെയിം. ഐ തിങ്ക് ഒരു 30ാമത്തെ തൊട്ട് 40ാമത്തെ മിനിറ്റ് വരെ ആ ഒരു 10 മിനിറ്റ് പാച്ചിലാണ് സിറ്റി എന്തെങ്കിലും ഒരു ഇന്റന്റ് കാണിച്ചത്. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ആഴ്സണൽ 3-0 ഒരു കംഫർട്ടബിൾ വിൻ. നമുക്കറിയാം ശരിക്കും നമ്മുടെ ക്ലബ്ബ് ഇൻവോൾവ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡ് നമുക്ക് വെറും ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി പോലെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ബിക്കോസ് ഐ സപ്പോർട്ട് ചെൽസി. എന്തായാലും പക്ഷേ ഇന്നത്തെ ആഴ്സണലിന്റെ ഈ ഒരു പെർഫോമൻസിന് ശേഷം എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ കൊല്ലം വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ അവർ ആ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിരുന്നു. പക്ഷേ ഈ സീസണിൽ ആരവരെ ചാലഞ്ച് ചെയ്യും? ഓബ്വിയസ്ലി ക്ലോസസ്റ്റ് ചാലഞ്ചേഴ്സ് സിറ്റി ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുധാരണ. പക്ഷേ നമുക്കറിയാം പെപ് ഗ്വാർഡിയോള ഇല്ല. റോഡ്രീനെ അവർ എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ഒടുവിൽ മിസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ട് പേഴ്സണാലിറ്റികളെ എങ്ങനെ സിറ്റി റിപ്ലേസ് ചെയ്യുമെന്ന് അറിയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ രണ്ട് പേഴ്സണാലിറ്റികൾ ഇല്ലാതെ അവർക്ക് ആ ചാലഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. ആൻഡ് ആ ചോദ്യചിഹ്നം വലുതായിരുന്നെങ്കിൽ ഇന്നത് XXL സൈസിലേക്ക് വളർന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ആ പെർഫോമൻസിന് ശേഷം ഏതൊരു കൊടികുത്തിയ സിറ്റി ഫാനും സമ്മതിക്കും ആഴ്സണലിനെ ഒരുപക്ഷെ സീസണിന്റെ എൻഡ് വരെ പുഷ് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി മേ ബി സിറ്റിക്ക് ഉണ്ടാവില്ലെന്ന്. ഓബ്വിയസ്ലി നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ട്വിസ്റ്റും ടേണുകളും ഒന്നും പുതിയ കാര്യമല്ല. 38 മത്സരങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്ത് തന്നെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സീസൺ ഓപ്പണർ, ഒരു ടെക്നിക്കൽ ഇംഗ്ലീഷ് ലീഗ് സീസൺ ഓപ്പണറായ ഈ ഒരു മത്സരം മുന്നോട്ടുള്ള ഒരു വലിയ സിഗ്നൽ ആണെങ്കിൽ ഈ സീസൺ ഒരു പക്ഷേ ആഴ്സണലിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും കഴിയില്ല. ഞാനത് പറയാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. കാരണം ബാക്കിയുള്ള നിയറസ്റ്റ് ചാലഞ്ചേഴ്സ് എന്ന് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പറ്റിയ ബാക്കി എല്ലാ ക്ലബ്ബുകളും ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓബ്വിയസ്ലി യുണൈറ്റഡിന് അത് ബാധകമല്ല, കാരണം അവർ കഴിഞ്ഞ സീസണിൽ നിന്നും ഗ്രാജുവലി ബിൽഡ് ചെയ്ത് കാരിക്കിൻ്റെ അണ്ടറിൽ കളിക്കാൻ പോകുന്ന ഒരു ടീമാണ്. ബട്ട് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് എന്ന ആ ഒരു എക്സ്ട്രാ സെറ്റ് ഓഫ് ഫിക്സ്ചേഴ്സിനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഡെപ്ത് അവർക്കുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വളരെ പ്രസക്തിയുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള ഏത് ടീമിനെ തന്നെ നോക്കാം. അപ്പോൾ സിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, മരസ്ക, പുതിയ കോച്ച്, റോഡ്രി പോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഗ്യാപ്പ് അവരെങ്ങനെ ഫില്ല് ചെയ്യും? ലിവർപൂളിനെ നോക്കിയാൽ അഗൈൻ പുതിയൊരു കോച്ച്, ആ മിഡ്ഫീൽഡിൽ ഒരു വലിയ ഓവർഹോൾ സംഭവിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്ലെയേഴ്സ് അത്രയും ഇമ്പ്രൂവ് ആവണം. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം എത്ര ഈസി ആയിരുന്നു ലിവർപൂളിനെ ബൈപ്പാസ് ചെയ്യാൻ. മിഡ്ഫീൽഡിലായിക്കോട്ടെ ഡിഫൻസിലായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടെക്നിക്കലി ആ ഒരു ലിവർപൂളിനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു ഹൈ ഇന്റൻസിറ്റി അറ്റാക്കിംഗ് ഫുട്ബോൾ, അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈവൻ ലിവർപൂൾ ഫാൻസ് തന്നെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ കണ്ട് ട്രോമ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ചെൽസി എൻ്റെ സ്വന്തം ക്ലബ്ബാണ്. എഗെയിൻ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഓബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗ് ഇല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു മാനേജറാണ് ഷാബി അലോൺസോ, ഇംഗ്ലണ്ടിൽ വരുന്നു. ആൻഡ് ചെൽസി കംപ്ലീറ്റ്ലി ടോപ്പ് ടു ബോട്ടം കെയോസിലൂടെ കടന്നുപോയ ഒരു ക്ലബ്ബാണ് കഴിഞ്ഞ സീസൺ. നമുക്കറിയാം ഇൻക്ലൂഡിങ് ഫാൻസ് എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ചെൽസിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു റീബിൽഡിന്റെ ആവശ്യമുണ്ട്. അലോൺസോ വന്നിട്ടുണ്ട്, കുറച്ച് സൈനിങ്ങുകൾ വന്നിട്ടുണ്ട്. ഒരു വലിയ ക്ലിയർ ഔട്ട് ഇനി നമുക്ക് സംഭവിക്കണം വിൻഡോ തീരുന്നതിന് മുമ്പ്. അതിന്റെ കൂടെ ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഈ ക്ലബ്ബുകളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു മത്സരത്തിൽ നിന്നും മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സംസാരിക്കാനുള്ളത് സിറ്റിയുടെ ആ ഒരു ബാക്ക് ലൈനിൽ കുസാനോവിനെ കുറിച്ചാണ്. ശരിക്കും റൈറ്റ് ബാക്കിൽ കളിച്ചു. നമുക്കറിയാം ആ ഒരു പ്രീമിയർ ലീഗ് ഡെബ്യൂ കുസാനോവിന്റെ ഒട്ടും അക്കോർഡിംഗ് ടു പ്ലാൻ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് കഴിഞ്ഞ സീസണിൽ മത്സരങ്ങൾ കളിക്കും തോറും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വന്നപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് പെർഫോം ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നത്തെ ആ പെർഫോമൻസ് ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഒരു സിറ്റി ഫാനും ജസ്റ്റിഫൈ ചെയ്യാനാവുമെന്ന്. ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വെറും ഗ്ലോറിഫൈഡ് പ്രീ സീസൺ ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം.
പക്ഷേ സീസണിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം മറ്റേസ് ന്യൂനസിന് വേണമെങ്കിൽ ആ റൈറ്റ് ബാക്കിൽ കളിക്കാൻ ഒരുപാട് നല്ല പെർഫോമൻസുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഫ് ഖുഷാനോവ് ഇസ് യുവർ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക്, ആ ഒരു ലാക്ക് ഓഫ് അവയർനെസ്, ആ ഒരു പൊസിഷനിൽ കാണിച്ച ലാക്ക് ഓഫ് അവയർനെസ് തീർച്ചയായിട്ടും ഒരു കൺസേൺ ആയിരിക്കും. ആദ്യത്തെ ഗോള് നമുക്കറിയാം ഒരു കിടിലൻ പാസ്സാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ കാലഫിയോറിന്റെ വളരെ വളരെ ക്ലെവറായിട്ട് ഖുസാനോവിനെ കബളിപ്പിച്ചാണ് ആ സ്പേസിലോട്ട് കയറിയത്. കാരണം ഇങ്ങനൊരു റണ്ണ് മേക്ക് ചെയ്യാൻ നോക്കിയിട്ട് കറക്റ്റ് ഇൻസൈഡിൽ കുറച്ചൊട്ടും ഖുസാനോവ് ശരിക്കും അത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. ഓബിയസ്ലി അത് ആസ്നലിന്റെ ക്വാളിറ്റിയാണ്, ആ റണ്ണ് മേക്ക് ചെയ്തതിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ അതുപോലെ തന്നെ സെക്കൻഡ് ഗോളിലും നമുക്കറിയാം ഒട്ടും അവെയർ ആയിരുന്നില്ല. അവിടെ സൊളീസ് ബാക്കിലൂടെ വരുന്നുണ്ടെന്നുള്ള ആ ഒട്ടും ഒരു അവയർനെസ് ബാക്കിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റൻസുകളിൽ ആ ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആസ്നലിന് അവിടെ 2 ഓപ്പണിംഗിൽ ക്ലിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. ഓബ്വിയസ്ലി വേണമെങ്കിൽ നമുക്ക് ആ 2 ഗോളിലും ഡോണറുമയുടെ ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യായിരുന്നു ഗോൾ കീപ്പറിനെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് ആ സിറ്റുവേഷൻ അവിടെ ഉടലെടുത്തു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അതിന്റെ ആ ഒരു കോർ പ്രോബ്ലം മേ ബി ആ ഒരു റൈറ്റ് ബാക്കിന്റെ ആ ഒരു ലാക്ക് ഓഫ് അവയർനെസ് തന്നെയാണ്. ആൻഡ് ആ വിങ്ങിൽ എനിക്ക് ഒട്ടും മനസ്സിലാവാഞ്ഞ ഒരു കാര്യം എന്തുകൊണ്ട് സെമന്യോ ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സെമന്യോനെ ലിറ്ററലി മരസ്ക അപ് ഫ്രണ്ട് നിന്നോളൂ, തിരിച്ചിറങ്ങണ്ട, അങ്ങനെ ഒരു റോള് കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ചും കൂടെ ആ ഒരു റൈറ്റ് ബാക്കിന് വേണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ സെമന്യോയ്ക്ക് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ഒന്നാമത്തെ കാര്യം, സെമന്യോ ഹാർഡ്ലി ടുക്ക് എനിവൺ ഓൺ, ആ ഒരു ഫുൾ ബാക്കിനെ എൻഗേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു 1-on-1 സംഭവം ഒന്നും കണ്ടില്ല. പക്ഷെ ഇങ്ങനെ ആസ്നലിനെതിരെ കളിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു വിങ്ങിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന ആരായാലും മിഡ്ഫീൽഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ലോണം അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിരിക്കും അവിടെ കളിക്കുന്ന. കാലഫിയോറിയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് റൈറ്റ് ബാക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിന് അവരുടേതായ റീസൺസ് അവർക്കുണ്ടാവും. എന്തായാലും ആ വിങ്ങിൽ ഖുസാനോവ് കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയി എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ ആസ്നലിന് ഗോളുകൾ കണ്ടെത്താനുമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മത്സരത്തിനെ വെച്ചുകൊണ്ട് മാത്രം ഒരു സീസൺ എങ്ങനെ പോകുമെന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ഒരിക്കലും വരുത്തുകയില്ല. കാരണം സീസൺ ലോങ് ആണ്. ഒബ്വിയസ്ലി എല്ലാവരും ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. പ്രീ സീസൺ നമുക്കറിയാം എങ്ങനെയാണ് യൂഷ്വലി പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്ലേയേഴ്സിന് അത്ര ക്രിട്ടിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി സിറ്റിക്ക് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സീസൺ. ലൈക്ക് ഫസ്റ്റ് ഗെയിം തൊട്ട് തന്നെ അവർ മാക്സിമം ഷാർപ്പായിരിക്കണം. കാരണം ആസ്നൽ ഒരു ലീഡൊക്കെ ഏർലി ഓൺ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് സിറ്റിക്ക് കംബാക്ക് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി, അവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ആ ഒരു മാനേജർ, അങ്ങനെ ആരും അവിടെ ഇല്ലെന്നുള്ളതാണ്. പെപ്പ് കൊണ്ടുവന്നിരുന്ന ആ ഒരു ഓറയോ ആ ഒരു ഇൻസ്പിറേഷനോ റൈറ്റ് അവേ മരസ്കയ്ക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. ഓബിയസ്ലി ഒരു പുതിയ ക്ലബിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ നമ്മൾ വെച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സിറ്റിയും ഖുസാനോവും ഈ പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ ഇതിലും വലിയ പ്രഹരങ്ങൾ അവർ ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും. ആ വിങ്ങിൽ ആസ്നലിന് കളിച്ചത് അവരുടെ പുതിയ അറ്റാക്കിംഗ് സൈനിങ് ആയ ക്രിസ്റ്റോസ് സോളീസ് ആണ്. ആൻഡ് ആ ഒരു പ്ലെയറിൽ ഒരു വലിയ മാറ്റം നമുക്ക് കാണാം. ഓബിയസ്ലി ഇംഗ്ലണ്ടിൽ ഇതിനു മുമ്പ് കളിച്ചതാണ്. നോർവിച്ചിൽ വളരെ ചെറുപ്രായത്തിൽ നോർവിച്ചിൽ വന്നൊരു പ്ലെയറാണ്. ആൻഡ് ആ ഒരു സ്പെൽ അണ്ടർസ്റ്റാൻഡബിളി ഇറ്റ് ഡിഡ് നോട്ട് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. പക്ഷേ ഇപ്പോൾ വേറെ ലീഗുകളിലൊക്കെ പോയി യൂറോപ്പിൽ കളിച്ച് ഒരു എക്സ്പീരിയൻസ് നേടി ഒരു ടീമിൻ്റെ ഒരു റെഗുലർ പ്ലെയറായി കളിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മെച്യൂരിറ്റി തീർച്ചയായിട്ടും ഫൈനൽ തേർഡിൽ കാണാനുണ്ട്. ഞാൻ ആ അസിസ്റ്റുകൾ 2 നേടിയോണ്ട് മാത്രം പറയുന്നതല്ല. പല ഡിസിഷൻ മേക്കിംഗ്, ഓഡഗാർഡിന് നൽകിയ ആ ഒരു പാസ് ഉണ്ടല്ലോ, അത് കറക്റ്റ് എപ്പോൾ ആ ബോൾ റിലീസ് ചെയ്യണം, എപ്പം കറക്റ്റ് ആ സ്പേസിലേക്ക് ആ പ്ലെയർ റണ്ണ് മേക്ക് ചെയ്യും, അങ്ങനെ ചെയ്യുക. അതൊരു യങ് പ്ലെയറിൽ നിന്നും പൊതുവെ എസ്പെഷ്യലി ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് ഗെയിമിലൊന്നും നമുക്ക് കാണണമെന്നില്ല. കാരണം ഭയങ്കര വലിയ ഒക്കേഷൻ, പ്ലേയിങ് ഫോർ ദ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ്, ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് വരുന്നു. യൂഷ്വലി ആ ഒക്കേഷൻ ചിലപ്പോൾ ആ പ്ലെയറിന് ഭയങ്കര വലുതായിട്ട് മാറിയേക്കാം. കാരണം എസ്പെഷ്യലി ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളൊരു പ്ലെയർ, അത്ര നല്ല രീതിയിൽ ആദ്യ സ്പെല്ലിൽ പെർഫോം ചെയ്യാനാവാത്തൊരു പ്ലെയറിന് ഇങ്ങനെ ഒരു മത്സരത്തിൽ ചിലപ്പം ആ ഒരു ഒക്കേഷൻ ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ സൊളീസ് ഭയങ്കര കാമായിരുന്നു. എപ്പോൾ അറ്റാക്ക് ചെയ്താലും വളരെ ആ ഒരു ലെവൽ ഹെഡഡ് ആയിട്ട് വളരെ നല്ല ഡിസിഷൻസ് ഫൈനൽ തേർഡിൽ മേക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നമുക്കറിയാം അവിടെ ട്രൊസാർഡ് പോയിട്ടുണ്ട്. ട്രൊസാർഡ് ആസ്നലിന് ഒരുപാട് നല്ല മൊമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത പ്ലെയറാണ്. ലൈക്ക് എപ്പോഴൊക്കെ ക്രിട്ടിക്കൽ കോൺട്രിബ്യൂഷൻസ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ട്രൊസാർഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ബെഞ്ചിൽ നിന്നിറങ്ങി പല ഗോളുകൾ, പല ക്രൂഷ്യൽ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം ട്രൊസാർഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ
ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ലൈക്ക് ആ ഒരു പ്ലെയറിനെ ഓഫ് ലോഡ് ചെയ്യേണ്ട കറക്റ്റ് ടൈമായിരുന്നു, കറക്റ്റ് ഒരു ഡീല് വന്നു, കറക്റ്റായിട്ട് ഓഫ് ലോഡ് ചെയ്തു. ആൻഡ് അവിടെ ഒരു നല്ലൊരു യങ് പ്ലെയർ വിത്ത് എ ലോഡ് ഓഫ് പൊട്ടൻഷ്യൽ, നല്ലൊരു റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഇപ്പം തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രീ സീസണിൽ നമുക്കറിയാം ഗോളൊക്കെ അടിച്ച്, ഒബ്വിയസ്ലി ആർസണൽ ഫാൻസിന് അറിയായിരിക്കും, ഞാനും പ്രീ സീസൺ കുറച്ചൊക്കെ ഫോളോ ചെയ്തിരുന്നു. ആൻഡ് സൊളീസ് ഗോളൊക്കെ അടിച്ചു, ഭയങ്കര വലിയ നല്ല റിപ്പോർട്ടുകളൊക്കെയാണ് വന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ ചാലഞ്ചാണ്. ഫസ്റ്റ് മാൻ സിറ്റി ആയിട്ട് കളിക്കുന്നു, ആർഗ്യുബിളി നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് റൈവൽസ് ഇൻ ടേംസ് ഓഫ് ദ ടൈറ്റിൽ റേസ്. അവർ ഏറ്റവും ബെസ്റ്റ് ഷേപ്പിലാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഒരു ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് ഗെയിം എന്ന രീതിയിൽ സൊളീസ് ഇന്ന് കളിച്ചതിന്റെ ആ ഒരു പെർഫോമൻസ് വളരെ കമന്റബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും മിക്കേൽ ആർട്ടറ്റ ഈ പ്ലെയറിനെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിച്ചു എന്നുള്ളത് തന്നെ ആ പ്ലെയറിൽ കോച്ചിനുള്ള ആ ഒരു കോൺഫിഡൻസിനെ വലുതായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ആൻഡ് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു പ്രഷറൊന്നും സൊളീസിന് ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആർസണലിന് അവിടെ ഒരു നല്ല ഓപ്ഷൻ, ഇപ്പം നമുക്കറിയാം മാർട്ടിനെല്ലി ഗലറ്റാസറയിലേക്ക് പോവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറേ ടോക്കുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആർസണൽ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും തീർച്ചയായിട്ടും മാർട്ടിനെല്ലി നമുക്കറിയാം എന്തോരം ഒരു വലിയ പ്രോസ്പെക്റ്റ് ആയിട്ട് ഈ ക്ലബിലേക്ക് ഒരു പ്ലെയർ ആണെന്ന്. മേ ബി സൊളീസിന്റെ ഈ ഒരു പെർഫോമൻസും ആ ഒരു പൊട്ടൻഷ്യലും കാരണം തീർച്ചയായിട്ടും അവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് മേ ബി കളിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും സൊളീസിനുണ്ട്. ആൻഡ് നമ്മൾ ഒരുപാട് മത്സരങ്ങളിൽ ഈ പ്ലെയറിനെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഈ മത്സരത്തിൽ നിന്നും വളരെ ക്ലിയറും എവിഡന്റും ആയിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. റോഡ്രി ആ സിറ്റി മിഡ്ഫീൽഡിൽ ഇല്ലെങ്കിൽ അവരെ ബുള്ളി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇന്ന് നമുക്കറിയാം കോവച്ചിച്ചാണ് ആ ഡീപ്പ് റോള് കളിച്ചത്, എലിയട്ട് ആൻഡേഴ്സൺ ഉണ്ടായിരുന്നു, ഫോഡൻ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ റോളിൽ കളിച്ചു. ആൻഡ് ഒരിക്കലും ആ ഒരു മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആൻഡേഴ്സൺ ഓബിയസ്ലി നമുക്കറിയാം വേണമെങ്കിൽ ആ ഡീപ്പർ റോള് കളിക്കാൻ ക്വാളിറ്റിയുള്ള, ആ ഒരു 6 ആയിട്ട് കളിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് ഇവൻച്വലി റോഡ്രി പോവുകയാണെങ്കിൽ മേ ബി ആൻഡേഴ്സനെ അവർക്ക് അങ്ങനെ കളിപ്പിക്കേണ്ട അവസ്ഥയും വരും. കാരണം ഇപ്പോൾ റോഡ്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻസോ റോഡ്രി ചെയ്യുന്ന പണി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻസോ അവിടെ കളിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പ്ലെയറിൻ്റെ കൂടെ കളിക്കുമ്പോഴാണ് ഒബ്വിയസ്ലി എൻസോയ്ക്ക് കൂടുതലും ഫ്രണ്ടിലോട്ട് കയറാനും ഒക്കെ താല്പര്യമുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ റോഡ്രി ചെയ്യുന്ന ആ ഒരു ജോലി വളരെ ഭംഗിയായിട്ട് എൻസോയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ ചെൽസിനെ എല്ലാ ആഴ്ചയും കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം അതാണ്. എൻസോയ്ക്ക് ആ ഒരു റോള്, ഒരു ഡീപ്പ് ലൈയിങ് 6 ആയിട്ട് ടെമ്പോ സെറ്റ് ചെയ്യാൻ എൻസോയിനെ കൊണ്ട് പറ്റുമോ പ്രീമിയർ ലീഗിൽ നിന്ന് എനിക്ക് അത്ര വിശ്വാസം ഒട്ടുമില്ല. പിന്നെ ആരെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഓബിയസ്ലി ബുവാഡി ആയിട്ട് ലിങ്ക്സ് ഉണ്ട്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ബ്രസീലിനെതിരെയുള്ള ഡെബ്യൂ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റസ്റ്റ് എവർ വേൾഡ് കപ്പ് ഡെബ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പ്രീമിയർ ലീഗ് റെഡി ആണോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് അവേ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയറിന് ലീഗ് ഓണിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ടീത്തിങ് ഇഷ്യൂസും പരിപാടികളും ഒക്കെ ഉണ്ടാവും. അത് അത്ര പെട്ടെന്ന് വന്ന് ഒരു റെഡിമെയ്ഡ് ഓപ്ഷനായിട്ട് സിറ്റിയുടെ മിഡ്ഫീൽഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അവിടെ ആര് കളിക്കും എന്നുള്ള ആ ഒരു ചോദ്യമുണ്ട്. ഇന്നും നിങ്ങൾ നോക്കിക്കോ, ഒട്ടും ഒരു രീതിയിലുള്ള പെനട്രേഷനും സിറ്റിയുടെ മിഡ്ഫീൽഡിൽ നിന്ന് വന്നിട്ടില്ല. കുറേ സൈഡ് വേസ് പാസിംഗ് ഉണ്ടായിരുന്നു, കുറേ ബാക്കിലോട്ട് പാസിംഗ് ഉണ്ടായിരുന്നു. അതുമല്ല ഓഡഗാർഡിൻ്റെ ആ ഒരു, എനിക്ക് തോന്നുന്ന ഏത് ഗോളിനാണ്, മറ്റേ ഹവേർട്സിൻ്റെ ഗോളിനാണെന്ന് തോന്നുന്നു, ഓഡഗാർഡ് ഇട്ട ആ ഒരു ക്രോസിൽ ഒട്ടും അത്രയും ടൈമാണ് പുള്ളിക്ക് കിട്ടുന്നത്. ലൈക്ക് അത്രയും അങ്ങനെ എടുത്ത് അവിടെ ഒരു പാസ് പിക്ക് ചെയ്യാനുള്ള ടൈം, ശരിക്കും അത്രയും ടൈം ഒന്നും കൊടുക്കാൻ പാടില്ല. ലൈക്ക് ഷുഡ് ബി ഓൺ യുവർ ഫേസ്. ലൈക്ക് റോഡ്രി പിച്ചിലുണ്ടായിരുന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ റോഡ്രി അവിടെ ക്ലോസ് ഡൗൺ ചെയ്തേനെ, അല്ലെങ്കിൽ അടുത്തുള്ള പ്ലെയറിനെ കൊണ്ട് പറഞ്ഞ് കളിപ്പിച്ചേനെ. അറ്റ്ലീസ്റ്റ് അവൻ ആ സ്പേസ് കൊടുക്കല്ലേ, അല്ലെങ്കിൽ അവൻ ആ ഒരു തല ഉയർത്തി ആ ഒരു ബോൾ കളിക്കാനുള്ള ആ ഒരു സമയം കൊടുക്കല്ലേ എന്നെങ്കിലും പറഞ്ഞെങ്കിലും കളിപ്പിച്ചേനെ. പക്ഷേ ആ മിഡ്ഫീൽഡിൽ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് ഓഡഗാർഡ് വളരെ കംഫർട്ടബിൾ ആയിട്ട് സമയം എടുത്ത് കറക്റ്റ് ആ ബോൾ സൊളീസിലെത്തിച്ചു. സൊളീസ് അത് നോക്ക് ബാക്ക് ചെയ്തു, ഹവേർട്സ് അടിച്ചു, ഗോൾ കയറി. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എക്സാമ്പിൾ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡർ എപ്പോഴും ഭയങ്കര ക്രിട്ടിക്കലാണ്. ആൻഡ് സിറ്റി നമുക്കറിയാം, സിറ്റിക്ക് കളിക്കാൻ ഇഷ്ടമുള്ള ഫുട്ബോളും ലൈക്ക് ഈ ഒരു ഗ്രൂപ്പിനെ വെച്ച് അവർക്ക് കളിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഫുട്ബോളിലും അങ്ങനെ ടെമ്പോ സെറ്റ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ വളരെ ആവശ്യമാണ്. അപ്പം ആ ഒരു റോഡറി ഷേപ്പിലൊരു ഹോള് ആ മിഡ്ഫീൽഡിൽ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുമ്പോഴത്തേക്കും എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് റോഡറിക്ക് ഇനി ഇവിടെ എല്ലാം അച്ചീവ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് വേൾഡ് കപ്പ് അടിച്ചു, ലൈക്ക് ഓബിയസ്ലി സിറ്റിയിൽ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ബാലൻഡോർ അടിച്ചു, ഇനി പ്രീമിയർ ലീഗ് എത്രണ്ണം അടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ എന്ത് ഇൻസെൻറ്റീവ് ആണുള്ളത്? കരിയറിൻ്റെ ട്വൈലൈറ്റിലേക്ക് എത്തുന്നു, പക്ഷെ എന്നാലും നമുക്കറിയാം ആ ഒരു ലെവൽസ് ഡ്രോപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ബാഴ്സലോണയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു സീനിയർ ലീഡർ ആയിട്ട് മാറാൻ പുള്ളിക്ക് ചുറ്റും കളിക്കാൻ ഇഷ്ടംപോലെ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. സ്വന്തം നാട്ടിൽ
ഒരു ബിഗ് ക്ലബിന് വേണ്ടി അവരെ മേ ബി അവരെ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ചാലഞ്ചിലോട്ടൊക്കെ പോവാം. ആ ഒരു ചലഞ്ച് എന്തായാലും ഇവൻച്വലി നമ്മൾ എന്ത് തന്നെ എന്തിച്ചാലും സിറ്റി എനിക്ക് തോന്നുന്നു ഇന്റേണലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റോഡറി ഇവൻച്വലി മൂവ് ഓൺ ആവും. ഈ അടുത്ത 2-3 ആഴ്ചയിൽ എന്തായാലും ആ ഒരു ഡീല് കൺഫേം ആവും എന്നുള്ളത് അവർ ഇന്റേണലി തീരുമാനിച്ചു കാണും. ലൈക്ക് അവർ അതനുസരിച്ചായിരിക്കും അവർ അടുത്ത നീക്കങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷേ അത് കൺഫേം ആയെങ്കിലും ഇനിയിപ്പോൾ അവർ എൻസോവിനെ കൊണ്ടുവന്നാലും ബുവാഡീനെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും ഈ ഒരു സീസൺ എന്തായാലും അതൊരു വലിയ മിസ് തന്നെയായിരിക്കും. ആ ഒരു പ്രശ്നം സിറ്റിയെ ഹോണ്ട് ചെയ്യും എന്നുള്ളതിനുള്ള ഒരു വലിയ തെളിവായിരുന്നു ഇന്നത്തെ മത്സരം. ശരിക്കും റോഡ്രീനെ എങ്ങനെ റീപ്ലേസ് ചെയ്യും സിറ്റി, അതിനുള്ള ഒരു ഉത്തരം സിറ്റിക്ക് പോലും ഉണ്ടാവില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. സിറ്റിയുടെ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ, അപ്പൊ പിന്നെ വേറൊരാളുടെ പ്രശ്നത്തെക്കുറിച്ചും പറയണം. മറ്റാരുമല്ല, ഫിൽ ഫോഡൻ. കഴിഞ്ഞൊരു സീസണ് ശേഷം ഈ ഒരു സീസൺ ലിറ്ററലി മെയ്ക്ക് ഓർ ബ്രേക്ക് ആണ്. നമുക്കറിയാം അതിനു മുമ്പ് പ്ലെയർ ഓഫ് ദി ഇയർ ഒക്കെ ആയ ഒരു പ്ലെയറിന് എത്ര വലിയൊരു ഡൗൺഫോൾ സംഭവിച്ചു. അതിനുശേഷം വേൾഡ് കപ്പ് സെലക്ഷൻ ഇല്ല, റൈറ്റ്ഫുള്ളി ആ ഒരു ടീമിൽ കയറാനുള്ള ഒന്നും ഫോഡൻ ചെയ്തിരുന്നില്ല. വലിയൊരു സമ്മർ ബ്രേക്കിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് വരുന്നത്. നമുക്കറിയാം ഷെർക്കിയുടെ ഒരു എമർജൻസ്, ഹാലൻഡുമായിട്ടുള്ള കണക്ഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ക്ലിയർലി ഫസ്റ്റ് ചോയ്സ് ഷെർക്കി തന്നെ ആയിരിക്കും. ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ആ ഒരു പ്രീ സീസൺ ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഫോഡൻ ഇറങ്ങിയത്. ഫോഡൻ ആ ഒരു നമ്പർ 10 റോളിൽ കളിച്ചപ്പോൾ ശരിക്കും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ലൈനപ്പ് കണ്ടപ്പോൾ ഫോഡൻ ഏത് റോളിലാണ് കളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഫോഡനെ പല റോളിൽ സിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടു ഹിസ് ക്രെഡിറ്റ് ആ റോളിൽ പലപ്പോഴും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പല റോളും വളരെ ഭംഗിയായിട്ടും ഫോഡൻ ചെയ്തിട്ടില്ലെന്നൊന്നും അല്ല പറയുന്നത്. വൈഡായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്, നല്ലോണം കളിച്ചിട്ടുണ്ട്, ഡീപ്പായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്, നല്ലോണം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ ഒരു നമ്പർ 10 ഫോഡനെ കളിപ്പിക്കേണ്ടത്. ലൈക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എബിലിറ്റീസ് പുറത്തു വരാനുള്ള ചാൻസ് ഒരു പക്ഷേ ആ ഒരു ഫ്രീ റോളിലായിരിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് പേരായിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ റോളിൽ ഇന്ന് കളിച്ചു, ഇന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ആവാൻ ഫോഡൻ ആയില്ലെന്നുള്ളതാണ്. പല ഡിസിഷനുകളും നമുക്കറിയാം. അങ്ങനെ ഒരു പ്ലെയർ അവിടെ കളിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ് ഫാക്ടർ സംഭവമുണ്ട്. ആ ഒരു ക്വാളിറ്റി ശരിക്കും ഷെർക്കിയിലുണ്ട്. നമുക്കറിയാം ആ ഒരു ബോൾ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻക്രെഡിബിൾ ആയിട്ടൊരു സംഭവം ഔട്ട് ഓഫ് തിൻ എയർ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം ഫോഡനിൽ അത് ഉണ്ടായിരുന്നു. പീക്കിൽ കളിച്ച് പ്ലെയർ ഓഫ് ദി ഇയർ ആയിരുന്ന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നണ ഏതോ ഒരു ഫേസിൽ, ഐ തിങ്ക് ഡിസംബർ ആ ഒരു ടൈമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ ഏതോ ഒരു പാച്ചിൽ 1-2 ഗോളൊക്കെ ഫോഡൻ അടിച്ച് ചിലപ്പം ആ ഒരു പഴയ ഫോം റീകിൻഡിൽ ചെയ്യൂ എന്നുള്ള ചെറിയ സിഗ്നലൊക്കെ തന്നിരുന്നു. പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ വീണ്ടും നമുക്കറിയാം അത് എവിടെ എത്താണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ സീസൺ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോഡൻ ആ ഒരു റോളിൽ സക്സസ്ഫുൾ ആവണമെന്നുള്ള. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ കളിക്കുക എന്നുള്ളതാണ്. കാരണം ഡോക്കു എന്നറിയാം, ഡോക്കു അത്യാവശ്യം ആ ഒരു പൊസിഷൻ നെയിൽ ഡൗൺ ആണ്. ബിക്കോസ് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല, അത്രയും ഡയറക്റ്റായിട്ട് ആൾക്കാരെ ടേക്ക് ഓൺ ചെയ്യാവുന്ന വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കാഫിന് പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം ഡോക്കുവിനെ ഹാഫ് ടൈമിൽ വിഡ്രോ ചെയ്തത്. കാരണം നമ്മൾ ഐസ് പാക്കൊക്കെ ആയിട്ട് ഇരിക്കുന്ന സംഭവം നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഈവൻ ദെൻ ലൈക്ക് ഫസ്റ്റ് ഹാഫിലും ഡോക്കു ആണ് അറ്റ്ലീസ്റ്റ് ബെൻ വൈറ്റിനെ ഒന്ന് ടേക്ക് ഓൺ ചെയ്യാൻ ശ്രമിച്ചു, അതിൽ സക്സസ്ഫുൾ ആയി. പിന്നെ ഗബ്രിയേൽ വന്ന് സ്ലൈഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു 10 മിനിറ്റ് പാച്ച് ഞാൻ പറഞ്ഞല്ലോ, 30-40 മിനിറ്റുള്ള 10 മിനിറ്റ് പാച്ചിൽ ഇതുപോലെ തന്നെ ഫോഡൻ അത്യാവശ്യം നന്നായിട്ടൊരു ബോളൊക്കെ ഇട്ടിരുന്നു. അതിനുശേഷം ഡോക്കുവിൻ്റെ ഒരു അറ്റംപ്റ്റ് വൈറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, വൈറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് കോർണർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഡോക്ക് തന്നെ കളിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ റൈറ്റ് വിങ്ങിൽ സെമന്യോയും നമുക്കറിയാം പ്രീമിയർ ലീഗ് പ്രൂവൺ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സിറ്റിയിൽ വന്നിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. അപ്പം ആ 2 പൊസിഷൻസ് നെയിൽ ഡൗൺ ആണ്. പിന്നെ ഷെർക്കി ഉണ്ട്, ഫോഡൻ ഉണ്ട് ആ ഒരു സെൻറ്ററിൽ കളിക്കാൻ. അപ്പം പെർഫോം ചെയ്യുന്ന ആൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഫോഡൻ്റെ പെർഫോമൻസ് ആ ഒരു നിലവാരത്തിലോട് ഉയർന്നില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി സിറ്റി എൻറ്റയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഇന്നത്തെ മാച്ചിന് കാര്യമായിട്ട് ടേണപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ പ്രീ സീസണൊക്കെ ലാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വെക്കേഷനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ഒരു മൂഡിലാണ് എല്ലാവരും കളിച്ചത്. എല്ലാവരുടെ ഭാഗത്തും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്ലെയർ നമുക്കറിയാമല്ലോ, അത് നമ്മുടെ ഒരു ഗോ ടു പ്ലെയർ ആണ്. ലൈക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്ലെയറിനെ ഫൈനൽ തേർഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഹാലൻഡിനെ റിലീസ് ചെയ്യാനാണെങ്കിലോ, അല്ലെങ്കിൽ ഹാലൻഡിന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാനാണെങ്കിലോ, സപ്ലൈ കൊടുക്കാനാണെങ്കിലോ, അതൊക്കെയാണ് ആ ഒരു മെയിൻ റോള്. കാരണം പുറകിൽ എലിയട്ട് ആൻഡേഴ്സണും കോവച്ചിച്ചും ഉള്ളപ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ നമുക്ക് ഡിഫെൻസീവ് ഡ്യൂട്ടീസ് ഒന്നും അധികം ചെയ്യേണ്ട ആവശ്യകത ടെക്നിക്കലി ഇല്ല. പക്ഷെ ചെയ്യേണ്ട വന്നു എന്നുള്ളത് വേറൊരു ഇതാണ്, ആ മിഡ്ഫീൽഡിൻ്റെ പോരായ്മ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും
അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്വാളിറ്റി നമുക്കറിയാം ഫിൽ ഫോർഡിൻ്റെ ലെവൽ ഏതാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പ്ലെയർ ഓഫ് ദി ഇയർ ആവാൻ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ആ ഒരു ഇൻക്രെഡിബിൾ ഡൗൺഫോളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നം മാറട്ടെ എന്നായിരിക്കും സിറ്റി ഫാൻസ് എല്ലാവരും ഹോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു സീസണിൽ ആർസണലിനെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ എലമെൻസും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പ്ലെയേഴ്സ് ഇത്രയും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫിൽ ഫോർഡനൊക്കെ നമുക്കറിയാം, ഒരു ടൈറ്റിൽ ചേസ് ചെയ്യുക, ആ ടൈറ്റിൽ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നൊക്കെ ഉള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത പ്ലെയേഴ്സാണ് അല്ലേ. ഷെർക്കിയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ കൊല്ലേ വന്നിട്ടുള്ളൂ. പക്ഷേ ഫോർഡനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിറ്റിയുടെ ഒരു വലിയ എറയിൽ തന്നെ ഒരു വലിയ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് പ്ലേ ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ ഇപ്പോൾ ഗാർഡിയോളനെ പോലെ അങ്ങനെ ഒരു കോച്ച് പോകുമ്പോൾ, റോഡറിനെ പോലെ ഒരു സീനിയർ പ്ലെയർ പൊട്ടൻഷ്യലി പോകുമ്പോൾ, ഒരു ഇംഗ്ലീഷ് പ്ലെയർ എന്ന രീതിക്ക് ഫോർഡന് ഈ ടീമിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. ലൈക്ക് ഫസ്റ്റ് തിങ് ഇസ് പെർഫോമൻസ് വെച്ച് ലീഡ് ചെയ്യുക, ആ പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ടീമിനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളൊരു ജോലിയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടീംമേറ്റ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുക. പോസിബിളി ഏറ്റവും കൂടുതൽ സിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള അറ്റാക്കർ ഇപ്പം നിലവിൽ ഫോർഡനായിരിക്കാം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസുകൾ വരണം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് അത് വരുന്നില്ല, ഇന്നും അത് വന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയറിയാം. കാരണം ആ പെർഫോമൻസുകൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ടീമിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ഥാനം ഫോർഡൻ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഫൈനലി എനിക്ക് ആർസണലിനോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ മൈൽസ് ലൂയിസ് കെല്ലിനെ വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതൊരു ഭൂലോക മണ്ടത്തരമായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നത് ഇത് തന്നെയാണ്. ലൂയിസ് കെല്ലി, ഗിമാരഷ് ഓബിയസ്ലി വന്നു, അതിനുശേഷം ഇനി ലൂയിസ് കെല്ലിനെ ചെൽസിക്ക് ഓഫർ ചെയ്തു, യുണൈറ്റഡിന് ഓഫർ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയ പുറത്തു വിടുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ടെക്നിക്കലി ആ പ്ലെയർ മിനിറ്റ്സ് അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളത് കഴിഞ്ഞ സീസണിലും ഒക്കെ ഒബ്സർവ് ചെയ്തതാണ്. ഈവൻ ഒരുപാട് ആർസണൽ ഫാൻസിന് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ, എനിക്ക് കുറച്ച് ആർസണൽ ഫാൻസിനൊക്കെ എനിക്കറിയാം, അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ലൂയിസ് കെല്ലി. ഓബിയസ്ലി അക്കാഡമി ഗ്രാജുവേറ്റ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിലൊക്കെ ആ ബെർണബോവിലെ പെർഫോമൻസും റയലിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ പ്രൊഡ്യൂസ് ചെയ്ത മിഡ്ഫീൽഡിൽ കൊണ്ടുവന്ന ആ ഒരു, ഞാനൊക്കെ ആ പെർഫോമൻസ് കണ്ട് അമ്പരത്തിരുന്ന ഒരു ഇതാണ്. കാരണം ഒരു ടീനേജറിന് അത്രയും വലിയൊരു സ്റ്റേജിൽ വന്ന് അമ്മാതിരി ഒരു ലിറ്ററലി റണ്ണിങ് ദ ഷോ ഇൻ മിഡ്ഫീൽഡ്, അതൊക്കെ ഒരു ഇൻക്രെഡിബിൾ സാധനമായിരുന്നു. ആൻഡ് ആർക്ക് തന്നെ വിറ്റാലും, അത് ചെൽസിക്കൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയ ലോട്ടറി ആയിരിക്കും ലൂയിസ് കെല്ലി എന്ന് പറഞ്ഞത്. കാരണം വേണമെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ കളിക്കാം, വേണമെങ്കിൽ മിഡ്ഫീൽഡിൽ കളിക്കാം. ആൻഡ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. കഴിഞ്ഞ സീസണും ടുവേർഡ്സ് ദ ബാക്ക് ആൻഡ് ആർസണലിന് മിഡ്ഫീൽഡിൽ ആ ഒരു ആവശ്യം വന്നപ്പോൾ ലൂയിസ് കെല്ലി സ്റ്റെപ്പ് അപ്പ് ചെയ്തു, പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റൂമർ പോലും സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. നമുക്കറിയാം ആ ഒരു പ്രീ സീസൺ മത്സരത്തിൽ ലൂയിസ് കെല്ലി ഈ റിപ്പോർട്ടുകൾക്ക് ശേഷം ഗോൾ അടിച്ചതിന് ശേഷം ആർസണൽ ഫാൻസിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ സോറി കാണിച്ചിട്ട് ഹാർട്ട് കാണിക്കുക, അങ്ങനെ എന്തൊക്കെയോ സെലിബ്രേഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓബിയസ്ലി മീഡിയ അതിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തു. കാരണം മേ ബി ഇയാൾ പോകാൻ പോവാണോ, ഇനി അങ്ങനെയാണോ, അത് മാപ്പ് പറഞ്ഞു പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് വരെ അടിച്ചിറക്കിയ ആൾക്കാരുണ്ട്. എന്ത് തന്നെ ആയാലും ആർട്ടറ്റയ്ക്ക് ഓബിയസ്ലി ആ പ്രീ സീസൺ മത്സരത്തിൽ തന്നെ മനസ്സിലായി കാണും, ലൈക്ക് ഈ പ്ലെയറിനെ എന്തായാലും സെല്ല് ചെയ്യരുത്. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും മൈൽസ് ലൂയിസ് കെല്ലി ആ ഒരു ഇത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഓബിയസ്ലി ആ ഒരു പാസ്, വളരെ മനോഹരമായ ഒരു പാസ്, കളിയുടെ 25 സെക്കൻഡിനുള്ളിൽ തന്നെ ആർസണലിന് ലീഡ് നൽകിയ ആ ഒരു അസിസ്റ്റ് ലൂയിസ് കെല്ലിയുടെയാണ്. അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ ഒരുപാടൊന്നും ഈ പ്ലെയർ ആ ഒരു അങ്ങനത്തെ ഏരിയകളിലേക്ക് കയറി പാസുകൾ പിക്ക് ചെയ്യുന്നതോ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കളിക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഡിഫെൻസീവ്ലി എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാരണം ആ ഒരു സിറ്റി ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിനോട് അനുബന്ധിച്ച് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു 10 മിനിറ്റ് സ്പെല്ലിൽ കുറച്ച് നല്ലോണം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ലൂയിസ് കെല്ലി ആ ഒരു ആർസണൽ ബോക്സിലുണ്ടായിരുന്നു. പല സമയങ്ങളിലും പല കോൺട്രിബ്യൂഷനുകളും വൈറ്റലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നീറ്റായിട്ട് കളിച്ചു. മിഡ്ഫീൽഡിൽ വേറൊരു പ്രഷറോ ഒന്നും, യൂഷ്വലി അങ്ങനെ ഒരു പ്രഷറൊന്നും ഫേസ് ചെയ്യാത്തൊരു പ്ലെയർ ആണല്ലോ. നമുക്കറിയാം റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ മിഡ്ഫീൽഡിൽ അത്രയും കൂളായിട്ട് കളിക്കാമെങ്കിൽ ഇതൊക്കെ എന്ത്, അങ്ങനത്തെ ഒരു മോഡായിരുന്നു. എന്തായാലും ഒരു ഇൻവാല്യുബിൾ അസറ്റാണ്. കാരണം 19 വയസ്സേ ഉള്ളൂ, ഇത്രയും യങ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഗ്രാജുവേറ്റ്. ആ പ്ലെയറിനെ വിൽക്കുന്നതിനെ കുറിച്ചേ ആർസണൽ ചിന്തിക്കാൻ പാടില്ല. ആൻഡ് എന്തുകൊണ്ട് അങ്ങനത്തെ റൂമറുകൾ വന്നു? ഓബിയസ്ലി ഈ പ്ലെയറിന് കൂടുതൽ മിനിറ്റ്സ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, അത് ഡെഫിനറ്റാണ്. കാരണം ഇത്രയും നല്ലോണം പ്രൊഡ്യൂസ് ചെയ്തൊരു പ്ലെയർ, അവർക്ക് ആ ഒരു മിനിറ്റ്സ് കൊടുക്കാനാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടു, ബ്രൂണോ ഗിമാറഷും ലൂയിസ് കെല്ലിയും ഓഡെഗാർഡുമാണ് കളിച്ചത്. ഡെക്ലൻ റൈസ് ആ ഒരു സ്റ്റാർട്ടിംഗ് റോളിലേക്ക് എന്തായാലും വരുമെന്ന് നമുക്കറിയാം. എങ്ങനെ ഈ പ്ലെയറിന് മിനിറ്റ്സ് കൊടുത്ത് ഹാപ്പി ആക്കാമെന്ന് ആർട്ടറ്റ ശരിക്കും ചിന്തിക്കേണ്ട സമയമാണ്. കാരണം നോർഗാർഡ് ഇപ്പോൾ പോയി,
എന്നിരുന്നാലും ആ ഒരു മിഡ്ഫീൽഡിൽ വേറെ കണ്ടന്റേഴ്സ് ഉണ്ട്. സുബിമെൻഡി ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ആഴ്സണലിന്റെ മിഡ്ഫീൽഡ് ബേസിൽ കളിപ്പിക്കാൻ വേണ്ടി വലിയൊരു തുക കൊടുത്ത് സൊസൈഡാഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു പ്ലെയറാണ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സീസൺ നമുക്കറിയാം എങ്ങനെയായിരുന്നു സുബിമെൻഡി എന്ന്. മെറീനോ ഓബ്വിയസ്ലി ഉണ്ട്, ഒരു വേൾഡ് കപ്പ് വിന്നറാണിപ്പോൾ. ടെക്നിക്കലി ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരുപാട് പല റോളുകളിൽ കളിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ലൂയിസ് കെല്ലിക്ക് എങ്ങനെ കറക്റ്റ് മിനിറ്റ്സ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ടോക്കിംഗ് പോയിൻ്റാണ്. കാരണം ഈ പ്ലെയറിനെ ഇനി കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിലധികം മിനിറ്റ്സ് കൊടുത്തില്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാവുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ സീസണിൽ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ലൈക്ക് റെഗുലർ മിനിറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ള ആർസണൽ ഫാൻസ് തന്നെ പറയുന്നുണ്ടായിരുന്നു പല സിറ്റുവേഷനുകളിലും എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ. അവസാനം അത്രയും ഒരു ടൈറ്റായി അവിടെ ഒരു ആളുടെ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് റിലേ ചെയ്യാൻ തുടങ്ങിയത്. ഈ സീസൺ നമുക്കറിയാം, ഈ സീസൺ ഇപ്പം ക്ലിയർലി ആ ഒരു ടോക്കുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ പല ക്ലബ്ബുകളിലേക്കും പോവാമെന്നുള്ളൊരു ഒരു സംസാരങ്ങളൊക്കെ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആർസണലിന് ഈ പ്ലെയറിന് മിനിറ്റ്സ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയോറിറ്റിയാണ് ഈ സീസൺ. ബിക്കോസ് ഓബ്വിയസ്ലി ആ മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ക്ലബ്ബുകൾ എന്തായാലും സൈൻ ചെയ്യാൻ നോക്കുന്നുള്ളൊരു സംശയമില്ല. ലൂയിസ് കെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അസറ്റാണ്, ഒരു ഹോം ഗ്രൗണ്ട് അസറ്റാണ്. ഭയങ്കര വലിയൊരു ക്വാളിറ്റി ഉള്ള, ലൈക്ക് ലിറ്ററലി ഹയസ്റ്റ് ലെവൽ ഓഫ് യൂറോപ്യൻ ഫുട്ബോളിൽ കളിച്ച് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ആർസണലിന് എങ്ങനെ നമുക്കറിയാം 75 മില്യൺ കൊടുത്ത് ബ്രൂണോ ഗുമാരസിനെ ആ മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെക്ലൻ റൈസ് നമുക്കറിയാം തൊടാൻ പറ്റാത്ത ഒരു പ്ലെയറാണ് ആ മിഡ്ഫീൽഡിൽ നിന്നും. മാർട്ടിൻ ഓഡഗാർഡ് ക്യാപ്റ്റനാണ്. ഓബ്വിയസ്ലി ആർട്ടറ്റ എപ്പോഴും ഫിറ്റ് ആയിട്ടുള്ളപ്പം എപ്പോഴും ഓഡഗാർഡിനെ പ്രിഫർ ചെയ്യാറുണ്ട്. റൈറ്റ്ഫുള്ളി സോ, ലൈക്ക് ആ ഒരു പ്രോജക്റ്റിൽ വളരെ ഇൻറ്റഗ്രൽ ആയിട്ട് നിന്നിട്ടുള്ളൊരു ഭാഗമാണ് ഓഡഗാർഡ് ആർട്ടറ്റയുടെ. അപ്പം അതിൻ്റെയൊക്കെ ഇക്വേഷനിലോട്ട് എങ്ങനെ ഈ പ്ലെയറിനെ കൊണ്ടുവരുമെന്ന് കാണാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ബിക്കോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെൽസി ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് ഈ പ്ലെയറിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹവും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ബിക്കോസ് ടെക്നിക്കലി ഹി ഫിറ്റ്സ് എവറിത്തിങ് ദറ്റ് വി വാണ്ട്, റൈറ്റ്? യങ് പ്ലെയർ, ഒരു ഹോം ഗ്രൗണ്ട് അസറ്റാണ്, ലൈക്ക് പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്, എന്തുകൊണ്ടും നമുക്ക് സൈൻ ചെയ്യാവുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ അതാണ് ഗൈസ് നമ്മൾ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നിന്ന് മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. എന്തായാലും ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഈ സീസൺ നമ്മൾ പ്രീമിയർ ലീഗ് മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗും റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ യൂറോപ്യൻ ഫുട്ബോൾ ആസ് എ ജേർണലിസ്റ്റ് കവർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായ ഒരു വെർട്ടിക്കൽ തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പഴയ ചാനലിലും ഇന്ത്യൻ ഫുട്ബോൾ ചാനലിലും ഞാൻ ഒരുപാട് യൂറോപ്യൻ ഫുട്ബോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. പക്ഷെ നമ്മുടെ കോർ ഓഡിയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂവർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം. ആൻഡ് അത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഒട്ടും ഹാപ്പിനെസ് വേറെ എവിടെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ സീസൺ തുടങ്ങുകയാണ്, അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.